ഇതാണ് നിന്റെ കല്യാണമാല. DK നിന്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലിമാലയുടെ കുത്തൽ ഇതിലുള്ള മുള്ളിനേക്കാൾ ഭീകരമായിരിക്കും. കൊള്ളാം. ആ വീട്ടിലെ എന്റെ ജീവിതത്തെ ഈ മുൾമാല കൊണ്ട് ഉദാഹരിച്ച നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മിടുക്കി. പക്ഷേ നിനക്ക് ആള് തെറ്റിപ്പോയി. മുള്ളുകൊണ്ടുള്ള മാല മാത്രമല്ല, അവിടെ നീ ചവിട്ടുന്ന ഓരോ കാലടിയിലും കാരമുള്ളുകളായിരിക്കും തറയ്ക്കുന്നത്. ജ്യോതി, ഞാനിപ്പോ ഇത് പറയുന്നത് നിന്നോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം കൊണ്ടല്ല. നിനക്ക് രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ട്, അതുകൊണ്ടാ. താങ്ക്സ്. എന്റെ നല്ലതിനു വേണ്ടി നീ ഇത്രയും പറഞ്ഞല്ലോ, സന്തോഷം. എനിക്കറിയാം നീ പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷെ ഇനി എനിക്ക് പിന്തിരിയാൻ പറ്റില്ല. ഈ മുൾക്കിരീടം ചുമക്കുക വഴിയുള്ളൂ. ദാ, ഞാൻ കഴുത്ത് നീട്ടിത്തരാം. നീ ആ മാല എന്റെ കഴുത്തിലിട്ടോ. ആ ജ്യോതി, നീ സംശയിക്കണ്ട. സന്തോഷത്തോടു കൂടി തന്നെയാ ഞാൻ ഈ പറയുന്നത്. അതെന്റെ കഴുത്തിലേക്ക് ഇട്ടോളൂ. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങത്താ, ഞാൻ തന്നെ ഇടാം. ഇതെന്റെ കഴുത്തി കിടന്നിട്ടും ഞാൻ ചിരിക്കുന്നില്ലേ? ഈ മുള്ളിന്റെ കുത്തലൊന്നും എന്നെ ഏശാത്തത് എന്താണെന്ന് നിനക്കിപ്പോ സംശയം ഉണ്ടാവും. അതിനുള്ള ഉത്തരം എന്റെ കയ്യിലുണ്ട്. ജ്യോതി യഥാർത്ഥത്തിൽ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. വാ വാ. എന്തു പറ്റി? അമ്മയ്ക്കെന്തോ ഒരു സങ്കടം പോലെ. എന്തിനാ ഈ പിണക്കം? എനിക്ക് പിണക്കമൊന്നുമില്ല. നത്തിങ് ഡൂയിങ്. മനസ്സിലുള്ളത് തുറന്നു പറയാതെ ഞാൻ എങ്ങനെ കാര്യം അറിയും? അതെ, മനസ്സ് വായിക്കാനുള്ള യന്ത്രമൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നിന്റെ മനസ്സ് വായിക്കാനേ അമ്മയ്ക്ക് ഒരു യന്ത്രത്തിന്റെ ആവശ്യമില്ല. ഐ നോ യുവർ മൈൻഡ്. നിന്റെ മനസ്സിലിപ്പേ അമ്മയ്ക്ക് മനസ്സിലായി. അത് ശരി. അമ്മ എന്നെ കുറ്റപ്പെടുത്തുവാണോ? കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളെ പോലെ സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയായിരുന്നു നീ. എത്രയോ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, ഒന്നും ഫലം കണ്ടില്ല. എല്ലാരും ഒരുപോലെ പറഞ്ഞു നീ ഊമയാണെന്ന്. പക്ഷേ അപ്പോഴും നിന്റെ മനസ്സിൽ എന്താണെന്ന് ഈ അമ്മ അറിയുമായിരുന്നു. ഇപ്പോഴും എനിക്കറിയാം നിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന്. ഐ നോ വാട്ട് യു ഡു. അതിനെ അമ്മയ്ക്ക് നിന്റെ ഒരു ലുക്ക് മതി. അമ്മ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ജ്യോതി, അവളുടെ കാര്യം എനിക്ക് പറയാനുള്ളത്. നിനക്ക് അവളെ കല്യാണം കഴിക്കണം. പക്ഷേ ഭർത്താവായിട്ട് ജീവിക്കാൻ വയ്യ. നിന്നെ സ്നേഹിക്കുന്നോണ്ടല്ല, വെറുക്കുന്നോണ്ടാ നീ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. വെറുക്കുന്നവളെ കല്യാണം കഴിച്ചാൽ അവളെ പിന്നെ സ്നേഹിക്കേണ്ടി വരില്ലല്ലോ. അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? സുപ്രിയുടെ സ്ഥാനം നീ ഒരിക്കലും ജ്യോതിക്ക് കൊടുക്കില്ല. അതുകൊണ്ട് നിന്നെ വെറുക്കുന്നവളെ നീ ഇതിലേക്ക് വലിച്ചഴക്കുന്നു. കറക്റ്റ് അല്ലേ മൈസൺ? ഇതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ നിന്നെ പ്രസവിച്ച അമ്മയായതുകൊണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല. അമ്മ പറഞ്ഞൊക്കെ സത്യ. അല്ല മോനെ, സത്യം മറ്റൊന്നാ. നിയോഗങ്ങൾ നേരത്തെ എഴുതിപ്പെട്ടതാ. അത് എഴുതിയത് ഈശ്വരനാ. അത് തിരുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇല്ലെങ്കിൽ സുപ്രിയ മരിക്കുമായിരുന്നു. ഇത്രയും കാലം
നീ മറ്റൊരു വിവാഹം കഴിക്കാതെ നിൽക്കുമായിരുന്നോ? മോനെ, ജ്യോതി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഈ മോതിരം അവള് നിന്റെ വിരലിൽ അണിയിച്ചതൊക്കെ ഈശ്വരന്റെ വിധിയാ. അമ്മ പറഞ്ഞ ഈ വിധിയിൽ എനിക്ക് വിശ്വാസമില്ല. സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റുന്നതാണോ വിധിയുടെ നിയോഗം? മോനെ, ഒരാളുടെ ആയുസിന്റെ നീളം അളക്കാൻ നമുക്ക് കഴിയില്ല. സുപ്രിയക്ക് അത്രയും ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അവളെ ദൈവം തിരികെ വിളിച്ചു. പക്ഷേ അപ്പോഴും നീ മനസ്സിലാക്കാത്ത പോയ ഒന്നുണ്ട്, സുപ്രിയയുടെ മനസ്സ്. സുപ്രിയയുടെ മനസ്സിലെ യഥാർത്ഥ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ നിനക്കിനിയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അമ്മയ്ക്കത് മനസ്സിലാവും. കാരണം ഞാനും ഒരു പെണ്ണാ. നീ വിചാരിക്കുന്ന അല്ല സുപ്രിയ ആഗ്രഹിക്കുന്നത്. അമ്മ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അവൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. അത് നടത്തിക്കൊടുക്കാനാണ് ഞാനൊരു വിവാഹത്തിന് തന്നെ സമ്മതിച്ചത്. അവളോടുള്ള സ്നേഹം ഭ്രാന്ത് പോലെ നിന്നെ മൂടിയിരിക്കുക. പക്ഷെ നിന്നോടുള്ള അവളുടെ സ്നേഹം ഭ്രാന്തല്ല, അത് സത്യ. മോനെ, ജ്യോതിയെ നീ വിവാഹം കഴിക്കുന്നത് പൂർണ്ണമായ സ്നേഹത്തോടെ ആയിരിക്കണം. നീയും അവളും കൂടി സന്തോഷത്തോടെ ജീവിക്കണം. അതാ സുപ്രിയ ആഗ്രഹിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നീ ജ്യോതിയുടെ ഭർത്താവായിരിക്കണം. മോനെ, സുപ്രിയയുടെ ആഗ്രഹം നീ ഇങ്ങനെ ജീവിക്കണമെന്നാണ് മോനെ. ദേവാ, ഭൂതകാലത്തിനെ ഭാവിയിലേക്ക് ചുമന്നുകൊണ്ട് പോകരുത്. ജീവിതം ഇരുട്ടായി പോകും. ഈ വിവാഹത്തോടെ നിന്റെ ജീവിതത്തിലെ ഇരുട്ട് മാറണം, വെളിച്ചം വരണം. നോക്കിക്കോ, ഓരോന്നും സൂക്ഷിച്ചു നോക്കണം. എനിക്ക് നീ ഒരു മുള്ളുമാല കൊണ്ടുവന്നത് ഇപ്പോഴല്ലേ? പക്ഷെ ഇതെല്ലാം കുട്ടിക്കാലം മുതൽ ഞാൻ കഴുത്തിലിട്ട മുള്ളുമാലകളുടെ മുറിപ്പാടുകളാ. എന്റെ മനസ്സ് മുറിഞ്ഞൊഴുകിയ ചോര കൊണ്ട് എഴുതിയതാ ഈ അക്ഷരങ്ങൾ ഓരോന്നും. ഇതുപോലെ 1000 മുള്ളുമാലകൾ അണിഞ്ഞവളാ ഈ ഞാൻ. നിങ്ങളുടെ വീട്ടിലെ സ്വത്തും സൗകര്യങ്ങളും ഒന്നും കണ്ടിട്ടല്ല ഞാൻ DK കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അതാണ് എനിക്കറിയേണ്ടത്. പിന്നെ എന്തിനാ നീ ഇതിന് സമ്മതിച്ചത്? മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെ ആരും വിവാഹത്തിന് സമ്മതിക്കില്ലല്ലോ. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഇതിന് തലകുനിക്കുന്നത്, അതറിയോ നിങ്ങൾക്ക്? പക്ഷെ ഞാൻ പെട്ടുപോയി. എന്റെ കുടുംബത്തിന് വേണ്ടി, ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ബലി കൊടുക്കല ഈ ബന്ധം. DKയും നീയും തമ്മിൽ ഒരിക്കലും ചേരില്ല എന്നറിഞ്ഞിട്ടും നീ എന്തിനിപ്പോഴും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു? കെണിയിൽ അകപ്പെട്ട ആട്ടിൻകുട്ടിയാ ഞാൻ. അകപ്പെട്ടു പോയി, അത്ര തന്നെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജ്യോതി. എന്തിനെ നേരിടുന്ന നീയാണോ ഇങ്ങനെ മനസ്സ് തകർന്നു നിൽക്കുന്നത്? സത്യത്തില് നീ ഇത്രയ്ക്ക് പാവമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. നിന്നെ ഞങ്ങൾ ഒരുപാട് അപമാനിച്ചു. സോറി, റിയലി സോറി. നിങ്ങൾ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കുരുക്കിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഇനി ആരും വരില്ല. ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചാ നീ സത്യം പറയോ?
പറയാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ പറയാം. ഡി കെയും നീയും തമ്മിലുള്ള കരാർ എന്താണ്? പറയൂ ജ്യോതി. ഈ ഭൂമിയിലെ മുഴുവൻ ആണുങ്ങളും ഇല്ലാതായാലും ഡി കെ പോലൊരാളെ വിവാഹം കഴിക്കില്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞവളാ നീ. അങ്ങനെയുള്ള നീ ഡി കെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഡി കെ നിന്നെ ഏതോ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. പറയൂ ജ്യോതി, ഞാൻ പറഞ്ഞതല്ലേ സത്യം? അതൊന്നും എന്നോട് ചോദിക്കരുത്. ഈ ബന്ധത്തിൽ നിന്ന് എനിക്കൊരു മോചനമില്ല, രക്ഷപ്പെടാനും പറ്റില്ല. ജ്യോതി, നിന്നെ ഞാൻ രക്ഷിക്കും. എങ്ങനെ? സത്യാണോ മായച്ചത്? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ വിചാരിച്ചത് അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമാണെന്നല്ലേ? അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞോ? നമ്മൾ ഇത് എങ്ങനെ പ്ലാൻ ചെയ്ത് നടപ്പാക്കും? കല്യാണത്തിന് ഇനി കുറച്ചു ദിവസങ്ങളല്ലേ ഉള്ളൂ. നടപ്പാക്കണം. അവൾക്ക് ഈ വിവാഹത്തില് തീരെ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് അവൾക്ക് ആഗ്രഹം. ഡി കെ അവളെ എങ്ങനെയാ കുരുക്കലാക്കിയത്? അതവള് പറഞ്ഞില്ലേ? ഇല്ല, അത് മാത്രം എത്ര ചോദിച്ചിട്ടും അവള് പറഞ്ഞില്ല. നമ്മളിതിന് മുൻകൈ എടുക്കണോ മായിച്ചി? എന്താ സംശയം? കിട്ടുന്ന അവസരം നമ്മൾ മുതലെടുക്കണം. ചിത്ര ചോദിച്ചതിലും കാര്യമുണ്ട് താരെ. മോതിരമാറ്റം വരെ നടന്ന ബന്ധമാണ്. ജ്യോതി ഇതിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുമെന്നല്ലാതെ അവൾക്കതിന് എത്രമാത്രം കഴിയുമെന്ന് നമുക്കറിയില്ല. അവസാന നിമിഷം അവളുടെ മനസ്സ് മാറിയാൽ നമ്മൾ പിടിക്കപ്പെടും. ഡി കെ അമ്മയും പഴയതുപോലെ നമ്മൾ പറയുന്നത് വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ഉറപ്പില്ലാത്തൊരു കളിക്ക് നമ്മൾ ഇറങ്ങണോ മായച്ചി? നമ്മളാണ് ഇതിന് പിന്നിലെന്ന് ഡി കെ അറിയാൻ ഇട വന്ന അതോടെ തീർന്നു. നമ്മുടെ ഭർത്താക്കന്മാര് പോലും നമ്മുടെ കൂടെ നിൽക്കില്ല. നിർത്തണം. അതാ നമ്മൾ പെണ്ണുങ്ങളുടെ മിടുക്ക്. വളരെ സൂക്ഷ്മതയോടെ വേണം നമ്മൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങണോ എന്നാണ്. രണ്ടാമത്, ഇറങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ പരസ്പരം ഒറ്റുകൊടുക്കരുത്, ഒരുമിച്ച് നിൽക്കണം. ജ്യോതിക്ക് ഡി കെയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതിനാൽ അവൾ സ്വയം നടപ്പാക്കിയ ഒരു പദ്ധതി. അങ്ങനെ വേണം ഫലത്തിൽ വരേണ്ടത്. എപ്പോഴാ ഇത് നടപ്പാക്കാൻ പറ്റുന്ന? മെഹന്തി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളത് നല്ല ഭംഗിയായി തന്നെ ചെയ്തോളൂ. ശ്രീയേട്ടന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. ഗോകുലിനെയും ബാലുവിനെയും നിങ്ങൾ കാര്യം ബോധിപ്പിക്കണം. നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം അവർക്ക് മനസ്സിലാകുന്ന വേറൊരു വഴിയുണ്ട്. നമുക്ക് ആ വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം.
നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ ഏട്ടൻ വിചാരിച്ച അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. വളരെ ശ്രദ്ധയോടെ വേണം നീങ്ങാൻ. ഒരിടത്തും പാളിച്ചു വരരുത്. മായച്ച ഒന്നും പേടിക്കണ്ട, നമ്മൾ ഇത് പൊളിക്കും. ഡിക്കയുടെ ഭാര്യയായി ജ്യോതി ഇവിടെ കാലു കുത്തില്ല. നമ്മുടെ ഭർത്താക്കന്മാരെ കൂടെ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾക്കൊരു പാർട്ടി തരണമെന്ന് നേരത്തെ തീരുമാനിച്ചതാ. പക്ഷേ ഇപ്പോഴാ സമയം ഒത്തു വന്നത്. കല്യാണത്തിനോ നമുക്കൊന്നും കൂടാൻ പറ്റിയില്ല. വിളിച്ചിട്ട് നീയൊന്നും വന്നുമില്ലല്ലോ. പേടി കൂടിക്കളിയാ. പിന്നെ നിങ്ങളുടെ ഡീക്കൊന്നും അറിയാൻ പോകുന്നില്ല. അപ്പോ അല്ല, അളിയൻ എന്താ ഞങ്ങളോട് പറയാനുള്ളത്? അത്യാവശ്യമായിട്ട് കാണണമെന്ന് ചിത്ര പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ വന്നത്. എനിക്ക് പറയാനുള്ളത് അവളെ കുറിച്ചാ, ആ ജ്യോതിയെ കുറിച്ചേ. എടാ, അവള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചേർന്നൊരു പെണ്ണല്ലളിയാ. ആ ബന്ധത്തിൽ ഞങ്ങൾക്കും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ ഡികെയുടെ തീരുമാനം അതാ. ഇനി അത് മാറ്റാൻ പറ്റില്ല. അളിയൻ അറിയാലോ, അമരാവതിയുടെ അവസാന വാക്ക് ഡികെയുടേതാ. എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി അതിനൊപ്പം നിൽക്കാനാ ഞങ്ങളുടെ തീരുമാനം. പേടി അല്ലേ? ആ വീട്ടിൽ അയാൾക്കുള്ള പോലത്തെ അവകാശം നിങ്ങൾക്കും ഇല്ലേ? നിങ്ങൾ എന്തിനായാലും ഭയക്കണം? അല്ല, ആരായി ഡികെ? വെറും ഒരു പേരിന് മാത്രമായിരിക്കും നീ ഡികെയുടെ ഭാര്യ. ജീവിതകാലം മുഴുവൻ അയാളുടെ അടിമയായി ജീവിക്കേണ്ടി വരും നിനക്ക്. ഡികെ നിന്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലിമാലയുടെ കുത്തൽ ഇതിലുള്ള മുള്ളിനേക്കാൾ ഭീകരമായിരിക്കും. മോളെന്താ ഒരു സന്തോഷമില്ലാതെ ഇവിടെ വന്നിരിക്കുന്നത്? ഏയ്, അവക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു എന്റെ മോളുടെ ഉള്ള സന്തോഷം കൂടെ കളയാതിരുന്നാ മതി, അല്ലേ മോളെ? എല്ലാം ഒരു സ്വപ്നം പോലെയാ നടന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ജ്യോതിമോളുടെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പ്രിയമോൾക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. മോള് വേണം അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവിന്റെ താക്കോൽ ഭാര്യയുടെ കയ്യിലാ. അമരാവതിക്കാരുമായിട്ടുള്ള ബന്ധം നമ്മുടെ വീടിനും കൂടി ഗുണകരമാക്കുന്നത് മോളുടെ മിടുക്ക് പോലിരിക്കും. അമ്മയ്ക്ക് നാണാവുന്നില്ലേ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പറയാൻ? ഉള്ള കാര്യം പറയുന്നതിന് ഞാനെന്തിനാ നാണിക്കുന്നേ? നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ? ചോദിച്ചില്ലാന്ന് കരുതി എന്റെ അഭിപ്രായം എനിക്ക് പറയണ്ടേ? പ്രിയേ, എന്നെ ചൊല്ലി ഇവിടെ ആരും വഴക്ക് വേണ്ട. എനിക്ക് കല്യാണത്തിന് സമ്മതം. ഈ ബന്ധം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരൂ. അപ്പൊ ചേച്ചിക്കോ? ചേച്ചിയുടെ ജീവിതം സങ്കടത്തിലാക്കിയിട്ട് വേണോ ഇവിടെ ഉള്ളവർക്കൊക്കെ സന്തോഷിക്കാൻ? മോളെ, നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? അയ്യോ, ഒരിക്കലും അല്ല അച്ഛാ. നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടൊന്നും അല്ലല്ലോ ഞാൻ ഈ തീരുമാനം എടുത്തത്. അല്ല ജ്യോതിമോളെ, ആ മായ എന്തിനാ നിന്നെ കാണാൻ വന്നത്? ആ മുള്ളുമാല എന്തിനാ അവള് നിനക്ക് കൊണ്ടു തന്നത്? അവിടെ ചെന്നാ ചേച്ചിയുടെ ജീവിതം അതുപോലെ ആയിരിക്കും കാണിച്ചു തരാൻ.
അല്ലേ ചേച്ചി? ആ മരുമക്കൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല, അത് സത്യമാ. പക്ഷേ അയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആര്? ആ DK. പുറമേ പരിക്കനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ സ്നേഹമുള്ളവനാ. മോളെ, ആരുടെയെങ്കിലും തലയിൽ ഒരു രണ്ടാം ഭാര്യയായിട്ട് നിന്നെ കെട്ടിവെക്കാൻ അച്ഛൻ ഒരിക്കലും ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷേ രണ്ടാം ഭാര്യയ്ക്ക് എന്താ കുഴപ്പം? ഞാൻ നിങ്ങളുടെ രണ്ടാം ഭാര്യയല്ലേ? നിങ്ങളെ മക്കളെ ഞാൻ നന്നായിട്ട് നോക്കിയില്ലേ? അത് അച്ഛനെ പോലൊരു പാവത്തനെ ഭർത്താവായിട്ട് കിട്ടിയതുകൊണ്ട്. പിന്നെ അമ്മയുടെ മിടുക്കൊന്നും ചേച്ചിക്കില്ല. അത് മാത്രമല്ല, 3 രാക്ഷസികൾ ആ വീട്ടിലുള്ളത്. അവര് ചേച്ചിനെ കൊത്തി പറിക്കും.